അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 2022 പൊതുപരീക്ഷയ്ക്ക് വന്ന ലിസാനുൽ ഖുർആനിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആൻസർ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നതിനോടുകൂടെ അതുമായി ബന്ധപ്പെട്ട് പാഠത്തിലുള്ള മുഴുവൻ ഭാഗങ്ങളും വിശകലനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധയോടെ മനസ്സിലാക്കുക, പഠിക്കുക. അള്ളാഹു ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ഫസ്റ്റ് ചോദ്യം, നൂസിലു ബിൽ മുനാസിബി, യോജിച്ചത് ചേർക്കാനാണ്. ബ്രാക്കറ്റിൽ മുഅല്ലിമാത്തുൻ മുസ്ലിമുൻ സാജിദൂന മുസ്ലിമത്തുൻ ഖംസത്തുൻ അർബഅത്തുൻ അശറ തിസ്അ. ഇതിൽ ഒന്നാമത്തെ ചോദ്യം ജമ്മുൽ മുദക്കർ സാലിം. ഇതിൽ ജമ്മു മുദക്കർ സാലിം ഏത് എന്നാണ് ചോദ്യം. സാജിദൂന, മുസ്ലിമൂന, മുഅല്ലിമൂന, സാജിദൂന, മുസ്ലിമീന, സാജിദീന, സായിലീന, സാലിഹീന. അപ്പോൾ അവസാനം വാവും നൂന് യാ നൂന് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം ജമ്മു മുദക്കർ സാലിം. രണ്ടാമത്തത് ജമ്മുൽ മുഅന്നസ് സാലിം. ജമ്മു മുഅന്നസ് സാലിം അത് അതിനേക്കാൾ സിമ്പിളായി മനസ്സിലാക്കാം. അവസാനം അലിഫും താവും. മുസ്ലിമാത്തുൻ, മുഅല്ലിമാത്തുൻ, സാജിദാത്തുൻ, ഇങ്ങനെ അവസാനം അലിഫും താവും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ജമ്മു മുഅന്നസ് സാലിമാണ്. ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തതിൽ മുഅല്ലിമാത്തുൻ എന്നുണ്ട്. അപ്പൊ അത് സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാം. മറ്റൊന്ന് അൽ മുഫ്രദുൽ മുദക്കർ. മുഫ്രദ് മുദക്കർ പുല്ലിംഗമാണ്, ഏകവചനമാണ്. മുസ്ലിമുൻ ഒരാളെ കുറിച്ചാണ്, ഒരു ആണിനെ കുറിച്ചാണ് പറയുന്നത്. മുസ്ലിമുൻ, മുഅല്ലിമുൻ, സാജിദുൻ, സായിമുൻ, മുശ്രികുൻ. ഇവിടെ ബ്രാക്കറ്റിൽ മുസ്ലിമുൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് കറക്റ്റ് ആൻസർ. ഇനി മുഫ്രദ് മുഅന്നസ് ചോദിക്കുകയാണെങ്കിലോ ഇതുപോലെ മുഫ്രദ് മുഅന്നസ് എഴുതാൻ പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ മുസ്ലിമത്തുൻ, മുഅല്ലിമത്തുൻ, സാജിദത്തുൻ, സായിമത്തുൻ, മുശ്രികത്തുൻ, ഇങ്ങനെ അവസാനം താ കാണുമ്പോൾ അത് ഏകവചനം മുഅന്നസിനേക്ക് ഉപയോഗിക്കുന്നതാണ്, സ്ത്രീലിംഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മുസ്ലിമുൻ ഏകവചനം പുല്ലിംഗം അഥവാ മുഫ്രദ് മുദക്കർ. മുസ്ലിമത്തുൻ ഏകവചനം സ്ത്രീലിംഗം, മുഫ്രദ് മുഅന്നസ്. അടുത്ത ചോദ്യം അൽ ഹുറൂഫുൽ ജാസിമ, ജസ്മ ചെയ്യുന്ന ഹർഫുകൾ. ബ്രാക്കറ്റിൽ എണ്ണാണ് കൊടുത്തിട്ടുള്ളത്. ജസ്മ ചെയ്യുന്ന ഹർഫുകൾ ഖംസത്തുൻ, 5 എണ്ണമാണ്. അതോടുകൂടെ നമ്മൾ ജസ്മ ചെയ്യുന്ന ഹർഫുകൾ ഏതെല്ലാം എന്നുകൂടെ പഠിക്കണം. ചിലപ്പോൾ ബ്രാക്കറ്റിൽ ആ ഹർഫുകളായിരിക്കും ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് അതും കൂടെ നമ്മൾ പഠിക്കണം. ജസ്മ ചെയ്യുന്ന ഹർഫുകൾ ഇൻ, ലം, ലമ്മ, ലാമുൽ അംരി, ലാ ലിന്നഹി. ഇതാണ് ജസ്മ ചെയ്യുന്ന 5 ഹർഫുകൾ. ബ്രാക്കറ്റിൽ ഒരു പക്ഷേ ഇത് വന്നേക്കാം, അല്ലെങ്കിൽ എണ്ണം ചോദിച്ചേക്കാം. ഇവിടെ വന്നിട്ടുള്ളത് ഖംസത്തുൻ, 5 എണ്ണമാണ്. അടുത്ത ചോദ്യം അൽ ഹുറൂഫുൻ നാസിബ, നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ. അതും നമ്മൾ ഇതിൽ എണ്ണാണ് ചോദിച്ചിട്ടുള്ളത്. അർബഅത്തുൻ. നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ 4 അതോടുകൂടെ നമ്മൾ ഏതൊക്കെയെന്നും പഠിച്ചു വെക്കുക. അൻ, ലൻ, കൈ, ഇദൻ. അൻ, ലൻ, കൈ, ഇദൻ. ബ്രാക്കറ്റിൽ ഒരുപക്ഷെ ഹർഫുകൾ ചോദിച്ചേക്കാം. അതുകൊണ്ട് അതും കൂടെ പഠിച്ചു വെക്കുക. ആറാമത് ചോദ്യം ഹുറൂഫുൽ അത്ഫി, അത്ഫിന്റെ അക്ഷരങ്ങൾ. എണ്ണാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രാക്കറ്റിൽ എണ്ണം കൊടുത്തിട്ടുണ്ട്, അഷറത്തുൻ. അതോടുകൂടെ നമ്മൾ അത്ഫിന്റെ അക്ഷരങ്ങളും കൂടെ പഠിക്കുക. കാരണം ഒരു പക്ഷെ അത് ചോദിച്ചേക്കാം, ബ്രാക്കറ്റിൽ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ വേറൊരു ചോദ്യമായിട്ടും ചോദിച്ചേക്കാം. ഔ, ബൽ, ഹത്ത, ഫാഉൻ, വാവുൻ, ലാക്കിൻ, സുമ്മ, അം, ഇമ്മ, ല. അതും കൂടെ പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം ശരിയായതിനെ അടയാളപ്പെടുത്താനാണ്. ഒന്നാമത്തെ ചോദ്യം ജമ്മുൽ മുഅന്നസ് സാലിം. ജമ്മു മുഅന്നസ് സാലിമിനിക്ക് യുർഫഉ, റഫ് ചെയ്യപ്പെടും എന്തുകൊണ്ട്? ജംഉ മുഅന്നസ് സാലിമിനിക്ക് റഫ് ചെയ്യപ്പെടും എന്തുകൊണ്ട്? ബിൽ ലമ്മത്തി, ബിൽ വാവി, ബിൽ അലിഫി. അപ്പൊ ജമ്മു മുഅന്നസ് സാലിമിന്റെ ഇറാബ് നമ്മൾ പഠിക്കണം. ആ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് യുർഫഉ ബിൽ ലമ്മത്തി വയുൻസബു വയുജറു ബിൽ കസ്റത്തി. ലമ്മത്ത് കൊണ്ടാണ് റഫ്. ഇവിടുത്തെ ആൻസർ ബിൽ ലമ്മത്തി എന്നാണ്.
എങ്കിലും ആ പാഠത്തിലുള്ള മൊത്തം പറയുകയാണ്. യുർഫഉ ബിൽ ലമ്മത്തി. ഇനി അവിടെ യുൻസബു എന്നാണെങ്കിലോ, അപ്പോൾ ബിൽ കസ്റത്തി എന്ന ആൻസർ കൊടുക്കണം. ഇനി യുജറു എന്നാണെങ്കിലും ബിൽ കസ്റത്തി. അപ്പൊ ജമ്മു മുഅന്നസ് സാലിമിനിക്ക് ലമ്മത്ത് കൊണ്ട് റഫ്, കസ്റത്ത് കൊണ്ട് നസ്ബും ജറും. അതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ പഠിക്കുക. പിന്നെ തഖൂമു മഖാമിൽ ഇസ്മിൽ ലാഹിരി, ലാഹിറായ ഇസ്മിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് അല്ലമാഇറു ലമീറുകൾ. ഇനി ലൈസൽ ഖംറു, ലൈസൽ ഖംറു. ഇവിടെ നമ്മൾ പെട്ടെന്ന് കണ്ടെത്താനുള്ളൊരു മാർഗം, ലൈസ എന്നുള്ളത് കാന അഖവാത്തിൽപ്പെട്ടതാണ്. കാന ബാത്ത സോറ അതിൽ പറഞ്ഞതാണ്. അപ്പൊ അത് വന്നാൽ അതിനു ശേഷമുള്ള ഇസ്മിനിക്ക് റഫും ശേഷമുള്ള എനിക്ക് നസ്ബ് ആയിരിക്കാം. അപ്പോൾ ലൈസൽ ഖംറു അവിടെ റഫ് കൊടുത്തു. ഇനി അടുത്തതിന് നസ്ബാണ് വേണ്ടത്. അപ്പോൾ ഒന്നാമത്തത് ദാ ഉൻ എന്നാണ്, അത് ശരിയല്ല. ദവാ ഉൻ അതും ശരിയല്ല. ദവാ അൻ അവിടെ നസ്ബ് കൊടുത്തു. അപ്പോൾ അത് തിരഞ്ഞെടുക്കാം. പിന്നെ നാസിബുൽ ഫീലിൽ മുലാരി, മുലാരിയ ഫീലിനിക്ക് നസ്ബ് ചെയ്യുന്നത്. മുലാരിയ ഫീലിനിക്ക് നസ്ബ് ചെയ്യുന്ന 4 ഹർഫുകൾ നമ്മൾ പഠിച്ചിരുന്നു. അൻ, ലെൻ, കൈ, ഇദൻ. അതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതിലുള്ളത് കൈ. പിന്നെ ഫതഹത്തിൽ ഡാഷ് ബാബ, അൽ അബു, അൽ ഉമ്മു, അൽ അഹു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫതഹത്തി, അവിടെ താ ഉണ്ട്. താ ഉണ്ടാകുമ്പോൾ അടുത്ത ഫായില് പെണ്ണായിരിക്കും. അപ്പോൾ ഇതിലുള്ളത് അബ്, ഉമ്മ്, അഹ്. അതിൽ പെണ്ണായിട്ട് വരുന്നത് ഉമ്മാണ്. അപ്പോൾ ഇവിടെ ഫതഹത്തിൽ ഉമ്മു അൽ ബാബ, അതാണ് കറക്റ്റ്. അൽ മഫ്ഊല് മുത്തലക്ക്, മഫ്ഊല് മുത്തലക്ക് പറഞ്ഞാൽ നായിബ് ഫായിലാണോ ദർഫാണോ മസ്തറാണോ? അത് നമ്മൾ മഫ്ഊല് മുത്തലക്കിൻ്റെ നിർവചനം പഠിച്ചിട്ടുണ്ട്. മഫ്ഊല് മുത്തലക്ക് എന്നാൽ മസ്തറുൻ, അതൊരു മസ്തറാണ്. അപ്പോൾ ആൻസർ മസ്തർ. മൂന്നാമത്തത് നുലാഹിദുൽ ജുമല വനക്തുബു ഫിൽ ഫറാഇ മാ യുത്ലബു. താഴത്തൊരു ജുംല കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് ഓരോന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. അൽ കഅബത്തു ഖിബ്ലത്തുൽ മുസ്ലിമീൻ, അതിൽ മുലാഫ് ഏതെന്നാണ് ചോദ്യം. മുലാഫ് നമ്മൾ അൽ ഖുർആനു കലാമുല്ലാഹി എന്നുള്ളതിൽ പഠിച്ചിട്ടുണ്ട്. 2 കലിമത്തിൽ ഒന്നിനെ മറ്റതിലേക്ക് ചേർക്കുമ്പോൾ ഒന്നാമത്തതിന് മുലാഫ് എന്നും രണ്ടാമത്തതിന് മുലാഫ് ഇലൈഹി എന്നും പറയും. ഇവിടെ ചേർത്തത് ഖിബ്ലത്തുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഖിബ്ല. അപ്പൊ ഇവിടെ മുലാഫ് ഖിബ്ലത്തു എന്നാണ്. ഇനി മുലാഫ് ഇലൈഹിയെ ചോദിക്കണമെന്ന് വെച്ചാൽ മുസ്ലിമീന. രണ്ടാമത്തതിൽ ദഹബത്തു ഇലാ ബൈത്തിൽ ഉസ്താദി, ദഹബത്തു ഞാൻ പോയി, ഇലാ ബൈത്തിൽ ഉസ്താദി ഉസ്താദിൻ്റെ വീട്ടിലേക്ക്. ഇവിടെ ഇല ജറിൻ്റെ അക്ഷരമാണ്, ജറ് ചെയ്യുന്ന ഹർഫാണ്. ഇല ഹർഫ് ജാറ്, ബൈത്തി മജ്റൂറാണ്. ഇലൻ്റെ ശേഷമുള്ള എനിക്ക് ജറ്, ജറിൻ്റെ അക്ഷരങ്ങളെ കുറിച്ച് നമ്മൾ പാഠത്തിൽ പഠിക്കുന്നില്ല. നമ്മൾ മുലാഫ് മുലാഫിലേഹി പഠിക്കുന്നുണ്ട്. ഇവിടെ ബൈത്തി എന്നുള്ളതിനേക്കും ജറാണ്, ഉസ്താദി എന്നുള്ളതിനേക്കും ജറാണ്. ബൈത്തി എന്നുള്ളതിനെ ഉസ്താദിലേക്ക് ചേർത്തപ്പോൾ ഉസ്താദ് മുലാഫിലേഹിയാണ്. ഉസ്താദി അതാണ് മജ്റൂറായി വരുന്നത്. 2 ആൻസർ കറക്റ്റാണ്. ബൈത്തി കൊടുത്താലും കറക്റ്റാണ്, ഉസ്താദിന് കൊടുത്താലും കറക്റ്റാണ്. പക്ഷെ നമ്മൾ പഠിച്ചത്, നമ്മുടെ പാഠത്തിൽ പഠിച്ചത് മുലാഫിലേഹി ആയതുകൊണ്ട് ഉസ്താദി എന്ന് നമുക്ക് കൊടുക്കാം. പിന്നെ മുഹമ്മദുൻ റസൂലുള്ളാഹി, അവിടെ മുലാഫിലേഹിയെ ചോദിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു 2 കലിമത്തിൽ ഒന്നിനെ മറ്റൊന്നിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോൾ ചേർക്കുമ്പോൾ ഒന്നാമത്തെ മുലാഫ് രണ്ടാമത്തെ മുലാഫിലേഹി. അപ്പോൾ ഇവിടെ റസൂല് മുലാഫാണ്, അള്ളാഹിയാണ് മുലാഫിലേഹി. ഇവിടെ ചോദിച്ചത് മുലാഫിലേഹി ഏതെന്നാണ്. അപ്പോൾ അള്ളാഹി. ഇനി അൽ ഖുർആനു കലാമുല്ലാഹി, അവിടെ മുബ്തദ ഏതാണ്? മുബ്തദ പറഞ്ഞാൽ തുടക്കത്തിലുള്ളത്, ഏത് കാര്യത്തെക്കുറിച്ചാണോ പറയുന്നത് അത്. ഇവിടെ അൽ ഖുർആൻ, ഖുർആനാകുന്നത് കലാമുല്ലാഹ്, അള്ളാഹുവിൻ്റെ കലാമാണ്. അപ്പോൾ മുബ്തദ അൽ ഖുർആൻ എന്നാണ്. ഇനി ഈ വാക്കിൽ മുലാഫ് ചോദിക്കുകയാണെങ്കിൽ കലാമു എന്നാണ് കൊടുക്കേണ്ടത്. അല്ല മുലാഫിലേഹി എഴുതുക എന്ന് പറയുകയാണെങ്കിലോ അപ്പോൾ അള്ളാഹി എന്നാണ് കൊടുക്കേണ്ടത്. ഇവിടെ ചോദിച്ചത് മുബ്തദ ഏതെന്നാണ്, അപ്പോൾ അൽ ഖുർആൻ. പിന്നെ അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, കള്ളാകുന്നത് ഉമ്മുൽ ഖബായിസ്, എല്ലാ തെറ്റിൻ്റെയും ഉമ്മയാണ്. അപ്പോൾ കള്ള് എന്ന വിഷയത്തെക്കുറിച്ച് വിവരം അറിയിക്കുന്നത് എല്ലാ തെറ്റിൻ്റെയും ഉമ്മയാണ്. അപ്പോൾ വിവരം അറിയിക്കുന്നതാണ് ഖബർ. അപ്പോൾ ഉമ്മു എന്നാണ് ഇവിടുത്തെ ഖബർ. അല്ലാഹു നൂറു സമാവാതി വൽ അർദ്, ഇവിടെ
മഅ്തൂഫ് ഏതെന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു മഅ്തൂഫ് ഈ 10 അക്ഷരങ്ങൾ അത്ഫിൻ്റെ അക്ഷരങ്ങളാണ്. ഈ അത്ഫിൻ്റെ അക്ഷരത്തിൽപ്പെട്ടതാണ് വാവ്. ആ അത്ഫിൻ്റെ അക്ഷരത്തിന് മുമ്പുള്ളതിന് മഅ്തൂഫ് അലൈഹി എന്നും ശേഷമുള്ളതിന് മഅ്തൂഫ് എന്നും പറയും. അപ്പോൾ ഇവിടെ സമാവാത്ത് മഅ്തൂഫ് അലൈഹിയാണ്, അർള് മഅ്തൂഫാണ്. ഈ ചോദ്യത്തിൽ ചോദിച്ചത് മഅ്തൂഫ് ഏത് എന്നാണ്. അപ്പോൾ അർള് എന്നുള്ളതാണ് മഅ്തൂഫ്. ഇനി അടുത്തത് നക്തുബു ഫിൽ ഫറാഇൽ ഔഫക മിമ്മ ബൈനൽ ഖൗസൈൻ. ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചത് തിരഞ്ഞെടുത്തെഴുതാനാണ്. ഡാഷ് യൂസുഫ് അലൈഹിസ്സലാം നായിമൻ ബാത്ത ലമ്മ കഅന്ന. നമ്മൾ പറഞ്ഞിരുന്നു കാന വഹവാത്ത്, കാനൻ്റെ കൂട്ടുകാരൊക്കെ വന്നാൽ തൊട്ടടുത്തുള്ള ഇസ്മിനിക്ക് റഫ് ആയിരിക്കും. അവിടെ യൂസുഫു റഫ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കാനൻ്റെ കൂടെയുള്ളതിൽപ്പെട്ടതാണ് ബാത്ത. അപ്പോൾ ബാത്തയാണ് അവിടെ യോജിച്ചത്. ബാത്ത യൂസുഫു അലൈഹിസ്സലാം നായിമൻ. 2 അൽ വലദു ഡാഷ് യഹ്ലുർ. യഹ്ലുർ എന്ന് പറയുമ്പോൾ മുളാരിയായ ഫീനിക്ക് സുക്കൂന് കാണേണ്ട അവസാനം യഹ്ലുർ. അപ്പോൾ ജസ്മ് ചെയ്യുന്ന ഹർഫ് ലന്ന് നസ്ബ് ചെയ്യുന്നതാണ്. അപ്പോൾ അതല്ല ലം. ഇൻ ലം ലമ്മ ലാമുൽ അംരി ലാൽ നഹി. ജസ്മ് ചെയ്യുന്നതിൽ പെട്ടത് ലമ്മാണ്. അത് പഠിച്ചു വെക്കണം. അപ്പോൾ ഇവിടെ യോജിച്ചത് ലം യഹ്ലുർ. അടുത്തത് ഡാഷ് അൽ ഖംറ ദാഉൻ. ഖംറ അവിടെ നസ്ബാണ് വന്നിട്ടുള്ളത്. ഇസ്മിനിക്ക് നസ്ബും ഖബറിനിക്ക് റഫ്ഉം ചെയ്യുന്നതിൽ പെട്ടത് ലാക്കിന്ന. ഇന്ന അന്ന കാന്ന ലാക്കിന്ന. ലാക്കിന്ന വന്നാൽ തൊട്ടെഴുത്തുള്ളതിന് നസ്ബായിരിക്കും, അതിൻ്റെ ഖബറിനിക്ക് റഫായിരിക്കും. പിന്നെ ജാഅത്തിൽ ഉമ്മു ഡാഷ് അൽ ജദ്ദത്തു. അത് നമ്മൾ അത്ഫിൻ്റെ ഭാഗത്തിൽ പറയുന്നുണ്ട്. ജാഅത്തിൽ ഉമ്മു, ഉമ്മ വന്നു. ബലിൽ ജദ്ദത്തു അല്ല ജദ്ദത്ത വന്നു. അപ്പോൾ അവിടെ കൊടുക്കേണ്ടത് ബലി എന്നാണ്. ഡാഷ് അൽ ഖംറ ഹറാം. ഖംറ നസ്ബാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കാന അന്തല്ല, നീ കള്ളി എന്നല്ല. കാനും പറ്റില്ല. കാന വന്നാൽ തൊട്ടടുത്തുള്ളതിന് റഫ് ആയിരിക്കും. അപ്പോൾ ഖംറു എന്നാണ് പറയേണ്ടത്. ഇവിടെ ഖംറ എന്ന് വന്നതുകൊണ്ട് ഇന്ന. ഇന്ന അന്ന കാന്ന ലാക്കിന ലൈത്ത അങ്ങനത്തെ വന്നാൽ ഇങ്ങനെ ഉള്ളത് വന്നാൽ ഇസ്മിനിക്ക് നസ്ബ വേണ്ടത്. അപ്പോൾ ഇന്നൽ ഖംറ ഹറാമിൻ അലൈന. ഇനി ഏലം അന്ന. അന്ന വന്നാലും ഇസ്മിനിക്ക് നസ്ബ വേണ്ടത്. അപ്പോൾ നസ്ബുള്ളത് മൗത്തി മൗത്തു മൗത്ത. മൗത്ത എന്നാണ് വേണ്ടത്. ഏലം അന്നൽ മൗത്ത കരീം. ഇനി പൂരിപ്പിക്കാനാണ്. ഇദാലം യുദ്ക്കർ മഅൽ ഫീലി ഫായിലുഹു യുസമ്മാ മജ്ഹൂലൻ. ഫീലിൻ്റെ കൂടെ ഫായിലിനെ പറയപ്പെട്ടില്ലെങ്കിൽ മജ്ഹൂൽ. അതാണ് നിർവചനം പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞത്. പിന്നെ വമാ ബഅദ ഹുറൂഫുൽ അത്ഫി. അത്ഫിൻ്റെ അക്ഷരത്തിന് ശേഷമുള്ളതിന് എന്ത് പറയും? യുസമ്മാ. ശേഷമുള്ള ആട്ടം, മുമ്പുള്ളതല്ല. അത്ഫിന് അക്ഷരത്തിന് ശേഷമുള്ളതിന് മഅ്തൂഫുൻ എന്ന് പറയും. ഇനി മുമ്പുള്ള ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ മഅ്തൂഫ് അലൈഹി എന്ന് കൊടുക്കണം. ഇവിടെ ചോദിച്ചത് ശേഷമുള്ളത്, അത്ഫിൻ്റെ അക്ഷരത്തിന് ശേഷമുള്ളത് എന്ന് പറയും മഅ്തൂഫ്. ഇനി ജംഅ് മുദക്കർ സാലിം. ജംഅ് മുദക്കർ സാലിമിന് യുർഫഉ റഫ് ചെയ്യപ്പെടും എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ജംഅ് മുദക്കർ സാലിമിനിക്ക് ബിൽ വാവി എന്നാണ്. യുർഫഉ ബിൽ വാവി. ആ നിയമം ഫുള്ള് നമ്മൾ പഠിച്ചു വെക്കണം. കാരണം നസ്ബ് എന്തുകൊണ്ട് ചോദിക്കും, അപ്പോൾ ബില്യായി. ജർ എന്തുകൊണ്ടാണ് ചോദിക്കും, അപ്പോഴും ബില്യായി. അപ്പോൾ യുർഫഉ ബിൽ വാവി. ജംഅ് മുദക്കർ സാലിമിനിക്ക് വാവ് കൊണ്ട് റഫ്. അതാണ് ആൻസർ. അതിൻ്റെ കൂടെ മറ്റും കൂടെ പഠിക്കുക. വയുൻസബു ബില്യായി. യാ കൊണ്ട് നസ്ബും ചെയ്യും. വയുജറു ബില്യായി. യാ കൊണ്ട് ജറും ചെയ്യും. പിന്നെ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ. അല്ലാഹു ഖാലിഖുൻ എന്ന പാഠത്തിലുള്ള ഒരു ഖുർആൻ ആയത്താണ്. പിന്നെ വ ഇലസ്സമായി കൈഫ റുഫിയത്ത്. അത് ഒന്നാമത്തെ പാഠത്തിലുള്ളതാണ്. വ ഇലസ്സമായി കൈഫ റുഫിയത്ത്. മറ്റൊന്ന് വൽ മഅ്തൂഫു. അത് അത്ഫ് മഅ്തൂഫ് എന്നുള്ള മക്കത്തു വൽ മദീന എന്നുള്ള പാഠത്തിലുള്ളതാണ്. വൽ മഅ്തൂഫു യത്ബഉൽ മഅ്തൂഫ അലൈഹി ഫിൽ ഇറാബി. മഅ്തൂഫ് മഅ്തൂഫ് അലൈഹിയോട് ഇറാബിൽ തുടരും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ
ഇഷ്തറൈത്തുൽ കലമ, കലമിനെ ഞാൻ വാങ്ങി. വൽ കിർത്താസ, കിർത്താസിനെയും പേപ്പറിനെയും. കലമ എന്നുള്ളതാണ് മഅ്തൂഫ് അലൈഹി. അതിനുശേഷം ആ വാവിന് ശേഷം അത്ഫിന്റെ അക്ഷരത്തിന് ശേഷമുള്ള കിർത്താസ എന്ന മഅ്തൂഫിന് കലമ എന്നുള്ളതിന് നസ്ബായപ്പോ കിർത്താസ എന്നുള്ളതിനും നസ്ബ് കൊടുത്തു. അതാണ് കലമ എന്നുള്ളതിനോട് കിർത്താസ എന്നുള്ള മഅ്തൂഫ് തുടരും എന്ന് പറഞ്ഞത്. അവിടെ റഫാണെങ്കിൽ ഇവിടെ റഫായിരിക്കും. ഇവിടെ കലമ മഫ്ഊലായപ്പോ കലമ എന്ന് കൊടുത്തു. അപ്പൊ കിർത്താസ അവിടെയും നസ്ബ് കൊടുത്തു. ഇനി സജദൽ ഇമാമു ഫൽ മഅ്മൂമു, അവിടെ ഇമാമു റഫ് ആണ്. അപ്പൊ ഫൽ മഅ്മൂമു റഫ്. അതാണ് മഅ്തൂഫ് അലൈഹിയോട് ഇറാബ് ചെയ്യുന്ന വിഷയത്തിൽ തുടരും എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് നുബയ്യിനു, വ്യക്തമാക്കാനാണ്. അമലു കാന വ അഖവാത്തിഹ, കാന അഖവാത്തിന്റെ അമൽ എന്താണ്? മൂപ്പരാൾ ചെയ്യുന്ന പണി എന്താണ്? മൂപ്പര ഡ്യൂട്ടി എന്താണ്? തർഫഉൽ ഇസ്മ വ തൻസിബുൽ ഖബറ. ബാത്ത യൂസുഫ് അലൈഹിസ്സലാം എന്ന പാഠത്തിൽ ലാസ്റ്റ് പറയുന്നുണ്ട് തർഫഉൽ ഇസ്മ വ തൻസിബുൽ ഖബറ. ഇസ്മിനിക്ക് റഫ് കൊടുക്കും, ഖബറിന് നസ്ബും ചെയ്യും. ഉദാഹരണം, അല്ലാഹു റഹീമുൻ എന്നുള്ളിടത്ത് കാന കൊടുക്കുകയാണെങ്കിൽ കാനല്ലാഹു റഹീമൻ. ഇസ്മിനിക്ക് അല്ലാഹു റഫ് കൊടുത്തു, റഹീമൻ എന്നുള്ളതിന് നസ്ബ് കൊടുത്തു. അത് ഇനി ഇന്നഹവാത്തിന്റെ അമൽ എന്താന്ന് ചോദിച്ചാൽ നേരെ തിരിച്ച് തൻസിബുൽ ഇസ്മ വ തർഫഉൽ ഖബറ. തൻസിബുൽ ഇസ്മ വ തർഫഉൽ ഖബറ. ഇസ്മിനിക്ക് നസ്ബും ഖബറിന് റഫും ചെയ്യും. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ ഇന്നൽ ഇൽമ നൂറുൻ, ഇന്ന വന്നപ്പോൾ ശേഷമുള്ള ഇസ്മിനിക്ക് നസ്ബ് കൊടുത്തു, ഇൽമ. നൂറുൻ റഫ് കൊടുത്തു. അപ്പൊ അമല് കാനഹവാത്തിന്റെ അമലും പഠിച്ചു വെക്കുക, ഇന്നഹവാത്തിന്റെ അമലും പഠിച്ചു വെക്കുക. പിന്നെ ചോദിച്ചത് അൽ മഅറൂഫ്. മഅറൂഫ് എന്നാൽ എന്ത്? അത് നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പഠിച്ചതാണ്. ഇദാ ദുകിറ മഅൽ ഫീലി ഫായിലുഹു ഇസമ്മ മഅറൂഫൻ. പിന്നെ ചോദിച്ചത് ജമ്മു മുദക്കർ സാലിം എന്നാൽ എന്ത്? നിർവചനം മുഴുവനും പഠിച്ചു വെക്കണം കേട്ടോ. ജമ്മു മുദക്കർ സാലിം, മുഅന്നസ് സാലിമും, മഫ്ഊല് ലഹു, മുത്ലഖ് ഫീഹി, ഇതെല്ലാം നിർവചനങ്ങൾ നിർബന്ധമായി പഠിക്കണം. ഏതെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ചോദിക്കും. അപ്പൊ ഇവിടെ ചോദിച്ചത് ജമ്മുൽ മുദക്കർ സാലിം മാ ദല്ല അല അക്സറ മിൻ ഇസ്നൈനി മാ സലാമത്തി ബിനാഇ മുഫ്രദിഹി. ഷഹർ മുബാറക് എന്ന പാഠത്തിൽ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ഏകവചനത്തിൽ മാറ്റം വരാതെ രണ്ടിനേക്കാൾ കൂടുതലുള്ളതിൻ്റെ മേൽ അറിയിക്കുന്നതാണ് ജമ്മു മുദക്കർ സാലിം. ഇനി ജമ്മു അന്ന സാലിമിന്റെ നിർവചനം അപ്പുറത്തെ പേജിൽ പറയുന്നുണ്ട്. മാ ജുമിഅ ബി അലിഫിൻ വ താഇൻ മസീദത്തൈനി അലാ മുഫ്രദിഹി. ഏകവചനത്തിന്റെ മേല് അലിഫും താവും അധികരിപ്പിക്കൽ കൊണ്ട് ജമ്മ ചെയ്യപ്പെട്ടത്. ഉദാഹരണം, മുസ്ലിമത്തുൻ, മുസ്ലിമാത്തുൻ. ഒരു അലിഫും താവും അവസാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ ആ നിർവചനവും പഠിച്ചു വെക്കണം. പിന്നെ ചോദിച്ചത് അൽ ഫിഅലുൽ മുളാരിഉ യുൻസബു മത്ത. അൽ ഫിഅലുൽ മുളാരിഉ യുൻസബു മത്ത. അത് നമ്മൾ മറ്റൊരു ചോദ്യപേപ്പറിൽ ഇങ്ങനെ വന്നിരുന്നു. ഇദാ ദഖല അലൽ ഫീലിൽ മുളാരിഇ നാസിബുൻ. അതാണ് ഇതിന്റെ ആൻസർ. ഇദാ ദഖല അലൽ ഫീലിൽ മുളാരി നാസിബുൻ. മുളാരിയായ ഫീലിന്റെ മേലിൽ നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ പ്രവേശിച്ചാൽ യുൻസബു, നസ്ബ് ചെയ്യപ്പെടും. ഇനി ഇതേപോലെ മറ്റൊരു ചോദ്യം വരാം. അൽ ഫീലുൽ മുളാരി യുജ്സമു മത്ത. മുളാരിയ ഫീലിനക്ക് ജസ്മ് ചെയ്യപ്പെടും എപ്പോൾ? അപ്പൊ അവിടെ ഇദാ ദഖല അലൽ ഫീലിൽ മുളാരി ജാസിമുൻ യുജ്സമു. മുളാരിയ ഫീലിന്റെ മേലിൽ ജസ്മ് ചെയ്യുന്ന ഹർഫുകൾ പ്രവേശിച്ചാൽ മുളാരിക്ക് ജസ്മ് ചെയ്യപ്പെടും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ പഠിച്ചു വെക്കണം. അതിന് പുറമെ നമ്മുടെ പാഠങ്ങളിലുള്ള ബൈത്തുകള്, വാക്കർത്ഥങ്ങൾ, പാഠത്തിലും തദ്രീബാത്തിലുമുള്ള അറബി, അതിൻ്റെ അർത്ഥം തർജുമ ചെയ്യാനുള്ളത്, അറബി അർത്ഥങ്ങളൊക്കെ പ്രത്യേകം മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കുവാനും പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുവാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ.
ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.